വയനാട് ഉയരം കൂടുന്തോറും ചായക്ക് സ്വാദ് കൂടുമെന്ന് ഏതോ ഒരു പരസ്യത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. വയനാട് ഇന്ന് രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ തീച്ചൂളയാണ്. നോക്കൂ, ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിച്ചതിന് ശേഷമാണ് ഈ വയനാട് ഇത്രയും ശ്രദ്ധയിൽ വന്നത്. ഈ രാജ്യം ഒട്ടാകെ ശ്രദ്ധിക്കുന്ന തിരഞ്ഞെടുപ്പുകളാണ് വയനാട് ജില്ലയിൽ. ഈ വയനാട് ജില്ലയിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിയായിട്ടുള്ള BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിയുടെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. നോക്കൂ, ഞാൻ ഇവിടെ നിൽക്കുന്നത് കൽപ്പറ്റയിലെ ജില്ലാ ആസ്ഥാനമായിട്ടുള്ള കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ NDAയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്നാണ്. ഇവിടെയുള്ള നേതാക്കന്മാരോട് തന്നെ നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് ഈ 3 മണ്ഡലങ്ങൾ. വയനാട് ജില്ലയിൽ 3 നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത്: ബത്തേരി, കൽപ്പറ്റ, മാനന്തവാടി. നോക്കൂ, ഇത് ബത്തേരി ഏതാണ്ട് A ക്ലാസിനോട് അടുത്ത മണ്ഡലമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. 36,000 വോട്ടോളം സുരേന്ദ്രൻ ലോക്സഭ ഇലക്ഷനിൽ നേടിയിട്ടുണ്ട്. കൽപ്പറ്റയിലാണെങ്കിൽ കഴിഞ്ഞ തൊട്ടു മുൻപ് നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ 21,000 വോട്ട് നേടിയിട്ടുണ്ട്. മാനന്തവാടിയിൽ ഏകദേശം 25,000 വോട്ടോളം ഉണ്ട്. മോശമല്ല NDAയെ സംബന്ധിച്ചിടത്തോളം. ഈ വയനാട് ഇന്നല്ലെങ്കിൽ നാളെ NDAയുടെ കൈകളിലേക്ക് വരേണ്ട മണ്ഡലങ്ങൾ തന്നെയാണിത്. NDAക്ക് വിജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങൾ തന്നെയാണ്. ഇവിടെയുള്ള നേതാക്കന്മാരോട് എന്താണ് ഈ NDAയുടെ സാധ്യതകൾ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ BJP കൽപ്പറ്റ നിയോജകമണ്ഡലത്തിലെ എല്ലാ സ്ഥലത്തും സ്ഥാനാർത്ഥി നിർത്താൻ സാധിച്ചില്ലെങ്കിലും ഒരുവിധം എല്ലാ സ്ഥലത്തും BJPക്ക് NDAക്ക് സ്ഥാനാർത്ഥി നിർത്താൻ സാധിച്ചിട്ടുണ്ട്. എന്നിട്ടും നമുക്ക് 22,000 മുകളിൽ വോട്ട് പിടിക്കാൻ ഈ മണ്ഡലത്തിൽ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് BJPയുടെ മോദിയുടെയും ജനങ്ങൾക്ക് കൊടുത്ത പദ്ധതികൾ ജനങ്ങൾ കൈനീട്ടി സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് NDAക്ക് മുന്നേറാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ശരി, വയനാട്ടിൽ NDA നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ വയനാട് സാധിക്കുന്നത് യാതൊരു സംശയമില്ല. കൽപ്പറ്റ നിയോജകമണ്ഡലത്തിൽ NDAയുടെ സ്ഥാനാർത്ഥി വരുന്നതോടുകൂടി വലിയൊരു ചിത്രം മാറാൻ പോവുകയാണ്. ഭാരതത്തിന്റെ ഒപ്പം കേരളവും എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പെടുന്ന വികസനത്തിന്റെ പാതയിലാണ് ഇത്തവണ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഈ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും നമ്മുടെ കേരളത്തിലും വിശേഷ നമ്മുടെ കൽപ്പറ്റ നിയോജകമണ്ഡലം നാളെ ഇതുവരെ ഭരിച്ചിട്ടുള്ള ഇടതുവലത് മുന്നണികളുടെ സാരഥികൾ കൽപ്പറ്റ നിയോജകമണ്ഡല ജനങ്ങളോട് കാണിച്ചിട്ടുള്ള വിവേചനവും ആ അനീതിയും അത് പരിഹരിക്കപ്പെടുന്നതിനുള്ള വികസനത്തിന്റെ കാഴ്ചപ്പാട് മാത്രമാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് BJP NDA സഖ്യം മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് കൽപ്പറ്റ നിയോജകമണ്ഡലം നേരിടുന്ന ഒരുപാട് വിഷയങ്ങൾ, പ്രത്യേകിച്ചും ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട വീടും നഷ്ടപ്പെട്ട ആളുകളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള വിഷയങ്ങൾ, അത് അധികാരികൾ ശ്രദ്ധയപ്പെടുത്തുന്ന വിഷയങ്ങൾ, പരിഹരിക്കപ്പെടുന്ന വിഷയങ്ങൾ, അതുപോലെ ചുരം ബദൽ റോഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഒട്ടനവധി കർഷക വിഷയങ്ങൾ, ഒട്ടനവധി വിഷയങ്ങൾ ഈ നിയോജകമണ്ഡലത്തിൽ ബാക്കിയാണ്. മെഡിക്കൽ കോളേജ്, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഈ മണ്ഡലത്തിൽ ബാക്കിയിരിക്കുകയാണ്. അതൊക്കെ പരിഹരിക്കണമെങ്കിൽ ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധി എന്ന രീതിയിൽ, ഈ രാജ്യത്തിന്റെ വികസനത്തിന്റെ പാതയിൽ തിരിച്ചുള്ള നരേന്ദ്രമോദിയുടെ പാർട്ടിയുടെ പ്രതിനിധി എന്ന രീതിയിൽ ഇവിടെ നിന്നൊരു സ്ഥാനം ജയിക്കേണ്ട ആവശ്യമുണ്ട്. കൽപ്പറ്റയോട് നീളുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ രണ്ട് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ പരിഹരിക്കപ്പെടാതെ പോയ വിഷയങ്ങൾ തീർച്ചയായിട്ടും NDAയുടെ ഇത്തവണ വരുന്ന പുതിയ ഒരു നമ്മുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നതോടെ അദ്ദേഹത്തിന് വിജയം, അതിനപ്പുറത്തേക്ക് കുറഞ്ഞ ഒരു പ്രതീക്ഷയും NDAക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കൽപ്പറ്റയിലില്ല. വിജയം മാത്രമാണ് ലക്ഷ്യം. വിജയത്തിന് വേണ്ടി അവരെല്ലാ പ്രവർത്തനവും ഒറ്റക്കെട്ടായി ജനങ്ങളുടെ മുമ്പിൽ ഇറങ്ങും. അവർ സഹകരിക്കും. വിജയിപ്പിക്കുന്ന പൂർണ്ണ വിശ്വാസമാണ് നിയോജകമണ്ഡലത്തിൽ. ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞിട്ടുള്ള ജില്ലയാണ് വയനാട് ജില്ല. ഈ പ്രതിസന്ധികൾ ഉണ്ടാക്കിയതാണ്. യഥാർത്ഥത്തിൽ പരിഹരിക്കാൻ സാധിക്കുന്ന പ്രതിസന്ധികളെ വയനാട്ടിലുള്ളൂ. ഒന്ന് ഗതാഗത പ്രശ്നമായാലും, ആരോഗ്യ മേഖലയിലെ പ്രശ്നമായാലും, ആദിവാസി മേഖലയിലെ പ്രശ്നമായാലും, കാർഷിക മേഖലയിലെ പ്രശ്നമായാലും, വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളാണ്. ഇതാണല്ലോ മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ. ഇത് തന്നെയാണ് വയനാട് ജില്ല അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അത് തന്നെയാണ്. ഇതൊക്കെ വേണമെങ്കിൽ എന്നേ തരണം ചെയ്യാവുന്ന കാര്യങ്ങളുണ്ടാകും. മാറി മാറി ഭരിച്ചിരുന്ന ആളുകൾ ഇതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോ വയനാട് ജില്ലയിലേക്ക് കടന്നു വരുന്ന റോഡാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി നമ്മളുടെ മുന്നിലുള്ളത്. ചുരം ബദലായിട്ടുള്ള പാതകൾ ഇഷ്ടം പോലെയുണ്ട്. ചെറിയ സംവിധാനങ്ങൾ കൊണ്ട് ആ പാത നന്നായിട്ട് കൊണ്ടുവരാൻ സാധിക്കുന്ന സംവിധാനങ്ങൾ. പക്ഷേ സംസ്ഥാന സർക്കാർ 10 പതിറ്റാണ്ടുകളായി ആ ഭാഗം മൈൻഡ് ചെയ്യുന്നില്ല. സംസ്ഥാന സർക്കാരുകൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസും UDFും ഉത്തരവാദിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം കൊടുക്കുന്ന LDFും ഉത്തരവാദിയാണ്. റോഡിന്റെ വിഷയം അതാണ്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ വയനാട് ഉണ്ടായ കാലം മുതൽ പറഞ്ഞു കേൾക്കുന്നതാണ് വയനാടിന്റെ മെഡിക്കൽ കോളേജ്. വയനാടിന്റെ മെഡിക്കൽ കോളേജ് ഒരു മൂലയ്ക്ക് കൊണ്ടുപോയി ഒരു ബോർഡ് ഒട്ടിച്ചു വെച്ച് മാനന്തവാടിക്കാരെയും പറ്റിച്ചു, കൽപ്പറ്റക്കാരെയും പറ്റിച്ചു, ബത്തേരിക്കാരെയും പറ്റിച്ചു. എന്നിട്ട് അതിന്റെ മേന്മ, അതായത് മാനന്തവാടി മണ്ഡലത്തിന് അതിന്റെ മേന്മ എങ്ങനെയെങ്കിലും നേടിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പക്ഷെ യഥാർത്ഥത്തിൽ മാനന്തവാടിക്കാരെ അടക്കം ആ മെഡിക്കൽ കോളേജ് എന്നുള്ള ബോർഡ് വെച്ച് പറ്റിക്കുകയാണ് സത്യത്തിൽ ചെയ്തിട്ടുള്ളത്. ആരോഗ്യ മേഖലയിലെ പ്രശ്നം അതാണ്. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ വയനാട്ടിലെ നാണ്യവിളകളായിട്ടുള്ള കുരുമുളക്, ഇഞ്ചി, ഏലം, അതുപോലെ തന്നെ കാപ്പി, വയനാടൻ കാപ്പിയും വയനാടൻ കുരുമുളകിന്റെ ഒക്കെ വില എന്തായിരുന്നു? ഇന്ന് എവിടെയാണ് ആ സംവിധാനങ്ങൾ? എന്താണ് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എന്ത് പദ്ധതിയാണ് ഇവർക്കുണ്ടായിട്ടുള്ളത്? അപ്പോൾ അതൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പദ്ധതി ഉണ്ടാക്കാമായിരുന്നു. പക്ഷെ പദ്ധതി ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുപോലെ തന്നെ വയനാടിന്റെ ടൂറിസം മേഖല, ഈ കാർഷിക മേഖലയും എല്ലാം പാടെ നശിച്ച സ്ഥിതിക്ക് ആകെ രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമുള്ളൂ വയനാടിന്റെ ടൂറിസം. ഉണ്ടായിരുന്ന കുറുവാദ്വീപ് പല നിയന്ത്രണങ്ങളിൽ കൊണ്ടുവന്ന് അടച്ചിടാൻ വേണ്ടി ശ്രമിക്കും.
എടക്കൽ ഗുഹയിലേക്ക് പോകാനേ സാധിക്കുന്നില്ല. മീൻമുട്ടി വെള്ളച്ചാട്ടത്തിന്റെ സ്ഥിതി അറിയാം. അതുപോലെ തന്നെ നമ്മുടെ വൈത്തിരിയിൽ നിന്ന് കയറി വരുന്ന ആ പാർക്കിനെ കുറിച്ച് നമുക്കറിയാം. ഇങ്ങനെ ആ മേഖലയിലും കൂച്ചുവരങ്ങിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വസ്തുതയാണ്. രക്ഷപ്പെടാൻ സാധിക്കില്ല. രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഉണ്ടായിട്ടും അത് ആ മാർഗങ്ങളെ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് വസ്തുത. വിദ്യാഭ്യാസ മേഖലയിൽ വയനാട്ടിലെ മുഴുവൻ കുട്ടികളും അന്യ സംസ്ഥാനങ്ങളിലാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്നത്. വയനാട്ടിൽ എന്തുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി സാധനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. IT മേഖലയിലൊക്കെ സുഖമായി. കാരണം IT മേഖലയ്ക്ക് പ്രത്യേകിച്ച് ഈ കാലാവസ്ഥ അനുകൂലമാണെന്ന് പലതവണ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. IT മേഖലയിൽ എന്ത് സംവിധാനമാണ് ഉണ്ടായിട്ടുള്ളത്? ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി മുഴുവൻ കുട്ടികളും പുറത്തു പോകുന്ന സാഹചര്യം ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്നുള്ളതാണ് വസ്തുത. വന്യമൃഗശല്യമാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് വയനാട് ജില്ല അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. എന്തുകൊണ്ടാണ് മറ്റു സംസ്ഥാനങ്ങളിൽ ഇതിനേക്കാൾ വലിയ കാടുകളുള്ള സ്ഥലത്ത് ഇത്തരം പ്രതിസന്ധികളില്ലാത്തത്? അപ്പോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ രാഹുൽ ഗാന്ധി ആയാലും പ്രിയങ്ക ഗാന്ധി ആയാലും ഇവിടെ മാറി മാറി ഭരിച്ചിരിക്കുന്നവർക്ക് കാടും നാടും വേർതിരിച്ച് മനുഷ്യന് സുഗമമായിട്ടുള്ള സഞ്ചാര സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ അവന് സുഗമമായി ജീവിക്കാനുള്ള സാഹചര്യവും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളില്ല എന്നുള്ളതാണ് വസ്തുത. കേന്ദ്ര സർക്കാർ ഈ മേഖലകളിലൊക്കെ സഹായിക്കാൻ, പ്രത്യേകിച്ച് വയനാട് ജില്ലയെ സഹായിക്കാൻ ഏത് മേഖല എടുത്താലും, ഗതാഗത മേഖല എടുത്താലും, ആരോഗ്യ മേഖല എടുത്താലും, അതുപോലെ തന്നെ വന്യമൃഗശല്യത്തിന് പരിഹാരം ഉണ്ടാക്കാനാണെങ്കിലും, കാർഷിക മേഖലയിലെ പരിഹാരം ഉണ്ടാക്കാനാണെങ്കിലും, വിദ്യാഭ്യാസ മേഖലയിലെ പരിഹാരം ഉണ്ടാക്കാനും, ആദിവാസി മേഖലയിലെ പരിഹാരം ഉണ്ടാക്കാനാണെങ്കിലും കേന്ദ്ര സർക്കാർ കൈയഴിഞ്ഞ് സഹായിക്കാൻ തയ്യാറാണ്. അതിനാണ് ആസ്പിറേഷൻ ജില്ല. മറ്റ് ആസ്പിറേഷൻ ജില്ലകൾ ഇതൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. വയനാട് ജില്ല നടപ്പിലാക്കുന്നില്ല. അപ്പോ ഇച്ഛാശക്തിയോടുകൂടി ദീർഘവീക്ഷണമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ആളുകൾ വന്നാൽ ഇതിനൊക്കെ മാറ്റമുണ്ടാകും. ഈ മാറ്റമുണ്ടാകാൻ ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടിക്കും NDAക്കുമാണ് സാധിക്കുക എന്നുള്ളത് വസ്തുതയാണ്. പതിറ്റാണ്ടുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഇതുപോലുള്ള ദീർഘവീക്ഷണമുള്ള ആളുകൾ ഉണ്ടാകണമെന്നുള്ളതാണ് നിസ്സംശയം പറയാൻ സാധിക്കുന്ന കാര്യം. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കളെ സപ്പോർട്ട് ചെയ്യുക, NDAയുടെ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിന്